കഷ്ടപ്പെട്ട് +2 വരെ പഠിച്ച് അതിനുശേഷം ഡിഗ്രി ചെയ്ത് ചിലപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിച്ചിട്ടും ഒരു ജോലിക്കായി കഷ്ടപ്പെടുന്നവർ ഒരുപാടാണ് നമ്മുടെ നാട്ടിൽ. BCom കഴിഞ്ഞും BBA കഴിഞ്ഞും ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴും പല അനുഭവങ്ങളും പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അക്കൗണ്ടിങ് എന്നല്ല, ഏതൊരു ജോലിക്ക് ശ്രമിക്കുമ്പോഴും നമുക്ക് വേണ്ട ചില പ്രീ റിക്വസൈറ്റ്സ് ഇല്ലേ? ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാനും വഴിയില്ല. അപ്പോൾ ജോലി കിട്ടാനായി നമ്മൾ ചിലതൊക്കെ പഠിക്കേണ്ടി വരും. നമ്മൾ സ്വയം അപ്സ്കിൽ ചെയ്യേണ്ടി വരും. എന്താണ് അപ്സ്കില്ലിംഗ്? ഒരു ജോലി നേടാനും അല്ലെങ്കിൽ കരിയറിൽ ഗ്രോത്ത് കിട്ടാനും വേണ്ടി നമ്മളുടെ എക്സിസ്റ്റിംഗ് സ്കിൽസ് ബ്രഷപ്പ് ചെയ്തെടുക്കുന്നതും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനെയും ഒക്കെയാണ് നമ്മൾ അപ്സ്കില്ലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആവാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ സ്കിൽസാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്? ഇതിനൊക്കെയുള്ള ആൻസേഴ്സാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ്. ഒരു അക്കൗണ്ടൻ്റ് ആവാൻ ഏറ്റവും ബേസിക്കായി വേണ്ടത് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കുക എന്നതാണ്. അക്കൗണ്ടിങ് എന്നത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ല. ഇതുവരെ കൊമേഴ്സിൽ ഒരു അറിവുമില്ലാത്ത ഒരാൾ നാളെ അക്കൗണ്ടൻ്റ് ആവാൻ ശ്രമിച്ചാൽ പറ്റുമോ? ഇല്ല. പക്ഷേ അതേ ആൾ കുറച്ചു കാലം എന്താണ് അക്കൗണ്ടിങ് എന്നൊക്കെ പഠിച്ച് ഒരു 6 months കോഴ്സെങ്കിലും ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ ഈസിയായി അക്കൗണ്ടൻ്റ് ആവാൻ സാധിക്കും. ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കണം. അതായത് എന്താണ് ജേണൽ എൻട്രീസ്, ഡെറ്റ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇങ്ങനെയുള്ള ബേസിക് നോളജാണ് നമ്മൾ ആദ്യം അക്വയർ ചെയ്യേണ്ടത്. സോഫ്റ്റ്വെയർ പ്രൊവിഷ്യൻസിയാണ് അടുത്തതായി വേണ്ടത്. നമ്മുടെ കൺസെപ്റ്റ്സ് ഒക്കെ ഇപ്പോൾ ക്ലിയറായി. പക്ഷേ കൺസെപ്റ്റ്സ് മാത്രം അറിഞ്ഞതുകൊണ്ട് ജോലി നേടാൻ പറ്റുമോ? ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് യൂട്യൂബിൽ വീഡിയോ കണ്ടു. അതുകൊണ്ട് മാത്രം ഞാൻ നന്നായി കേക്ക് ഉണ്ടാക്കും എന്ന് പറയാൻ പറ്റുമോ? അത് ഉണ്ടാക്കി നോക്കിയാലല്ലേ അറിയൂ. അതുപോലെ തന്നെയാണ് അക്കൗണ്ടിങ്. കൺസെപ്റ്റ്സ് പഠിച്ചാൽ മാത്രം പോരാ, അതൊക്കെ പ്രാക്ടിക്കലായി ചെയ്തു നോക്കണം. അതിന് പ്രാക്ടിക്കൽ സോഫ്റ്റ്വെയർസ് അറിയണം, അതൊക്കെ പഠിക്കണം. ടാലി, സോഹോ ബുക്സ്, MS Excel തുടങ്ങിയ സോഫ്റ്റ്വെയറുകളും ഇൻകം ടാക്സ് ഫയലിംഗ്, GST രജിസ്ട്രേഷൻ, ഫയലിംഗ് ഇതൊക്കെയാണ് ഇന്ത്യയിൽ ഒരു അക്കൗണ്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട സോഫ്റ്റ്വെയർസ് ആൻഡ് ഗവൺമെൻറ് സൈറ്റ്സ്. ഇത് ഓരോന്നും ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. സർട്ടിഫിക്കേഷൻസ്. എങ്ങനെയാണ് ഈ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കുക? എങ്ങനെ സോഫ്റ്റ്വെയർസ് പഠിക്കും? കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണെങ്കിൽ അവർ ഇതൊക്കെ ഓൾറെഡി പഠിച്ചതാവും. അപ്പോൾ അവർക്ക് അവരുടെ പഴയ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എടുത്ത് എല്ലാം ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്യാം. പക്ഷേ അത് കുറച്ച് പണിയുള്ള കാര്യമാണല്ലേ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സസ് ജോയിൻ ചെയ്യാം. ഈ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്കും അല്ലാത്തവർക്കും ഇതൊരു ഓപ്ഷനാണ്. ഇവിടെ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. സർട്ടിഫിക്കേഷൻസ് ഉള്ളത് ജോലി സാധ്യത കൂട്ടും. അപ്പോൾ ഏത് സർട്ടിഫിക്കേഷൻ എടുക്കണം? CA, CMA, ACCA പോലുള്ള കോഴ്സസ് ഒക്കെ ഇപ്പോൾ പോപ്പുലാരിറ്റി നേടുന്ന ടൈമാണിത്. പക്ഷേ ഇവയൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് കോഴ്സസ് ആണ്. അപ്പോൾ സിലബസ് ഒക്കെ നോക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. അതല്ലെങ്കിൽ 6 months to 1 year ഡ്യൂറേഷനുള്ള ഒരുപാട് ഷോർട്ട് ടേം കോഴ്സസ് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും എടുത്താൽ നമുക്ക് ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കാനും ബേസിക് സോഫ്റ്റ്വെയർസ് പഠിക്കാനും പറ്റും. പക്ഷേ കോഴ്സസ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ട്രസ്റ്റഡ് സോഴ്സസിൽ നിന്ന് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇന്റേൺഷിപ്സ് ഓർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മൾ കൺസെപ്റ്റ്സ് പഠിച്ചു, സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാൻ പഠിച്ചു, സർട്ടിഫിക്കേഷൻ കിട്ടി. ഇത്രയും ആയാൽ ജോലി കിട്ടുമോ? ജോലി കിട്ടും. പക്ഷേ ഇത്രയും പഠിച്ചതുകൊണ്ട് ആ ജോലിയിൽ നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റണമെന്നുണ്ടോ? ഇല്ല. നല്ല ജോലി കിട്ടാനും അവിടെ നന്നായി പെർഫോം ചെയ്യാനും നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസിനാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ ജോലി കിട്ടാതെ എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാകുക? എല്ലാവരുടെയും കോമൺ ഡൗട്ടാണ്. അതിനാണ് ഇൻറ്റേൺഷിപ്സ്. ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോളിൽ 2 to 3 months ജോലി ചെയ്ത് നോക്കുക. ഒരു ട്രെയിനിങ് പോലെ. ഇതിലൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസും കിട്ടും, കൂടുതൽ ക്ലാരിറ്റിയും കിട്ടും, ഉയർന്ന ശമ്പളത്തിൽ നല്ല കമ്പനികളിൽ ജോലിയും കിട്ടും. അതിനായി ഇൻറ്റേൺഷിപ്സ് ചെയ്യണം. എങ്ങനെ ഇൻറ്റേൺഷിപ്സ് കിട്ടും, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നതിനെക്കുറിച്ച് വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. ഇതുപോലെയുള്ള കരിയർ, ജോബ്, ബിസിനസ്സസ് റിലേറ്റഡ് വീഡിയോസ് കാണാൻ എൻട്രി എലിവേറ്റ് കൊമേഴ്സ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാം ഒന്നുകൂടെ നോക്കിയാൽ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ്, പ്രാക്ടിക്കൽ എക്സ്പോഷർ, സർട്ടിഫിക്കേഷൻ, ഇൻറ്റേൺഷിപ്സ്, ഈ 4 സ്റ്റെപ്പ് നിങ്ങൾ നന്നായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു അക്കൗണ്ടൻ്റ് ആകാൻ പറ്റും എന്നത് 100% ഉറപ്പാണ്.